നമസ്കാരം. ആയില്യ നക്ഷത്രം 2024 ജനുവരി മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ആയില്യ നക്ഷത്രക്കാരുടെ 2024 ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. 2023 22 21 22 കാലഘട്ടത്തിൽ എല്ലാവരും ശനി 7-ലായപ്പോൾ വിചാരിച്ചു അടുത്ത ശനി മാറ്റത്തിന് ഗുണം. വീണ്ടും ശനി അഷ്ടമത്തിലേക്ക് വന്നു. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൂടി ആയപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരന്തരം പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവർക്ക് അനുഭവയോഗ്യമായത്. പൊതുവിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ചിലവർക്ക് മാത്രം അവരുടെ ദശാസന്ധിയോ അല്ലെങ്കിൽ മഹാദശയോ അല്ലെങ്കിൽ ദശാകാലമോ ഈശ്വരാധീനമോ കൊണ്ടോ എന്തൊക്കെയോ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മിക്കവർക്കും കുടുംബത്തിൽ പോലും കുടുംബക്കോടതി വരെ കേസുകളൊക്കെ എത്തപ്പെട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെയും. അപ്പോൾ തീർച്ചയായിട്ടും 2022 23 ഒക്കെ കഴിഞ്ഞു പോയി. ഇനി 2024 നിങ്ങൾക്ക് ഒരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആയില്യ നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാം. ഈ ആളുകൾക്ക്, ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ടുള്ള ധാരാളം നേട്ടങ്ങൾ ഈ ഒരു വർഷമധ്യത്തോടു കൂടി അനുഭവയോഗ്യമാകുന്നതാണ്. ഒരു വർഷത്തെ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഏതാണ്ട് ആദ്യത്തെ ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും കുറേയേറെ മാറി നിൽക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജാതകവും കൂടിയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2024 സ്ത്രീകളായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക്, ജോലിയുള്ളവരാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും സ്ത്രീകൾക്ക് വിവാഹ യോഗമൊക്കെ വരാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. ഇതുവരെ പ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുകയും പല കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ഉറപ്പിച്ച വിവാഹം മാറിപ്പോവുകയൊക്കെ ചെയ്തവർക്ക് വിവാഹ തടസ്സത്തിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് നോക്കി പരിഹരിച്ചു കഴിഞ്ഞാൽ വിവാഹയോഗം വന്നു ഭവിക്കുന്നതാണ്. കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള വിജയം ഉണ്ടാകുന്നതാണ്. ജോലിയിൽ അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളും കർമ്മരംഗം പുഷ്ടിപ്പെടുവാനൊക്കെയുള്ള സാധ്യതകൾ സംജാതമാകുന്നുണ്ട്. ഓഹരി കച്ചവടത്തിന് പറ്റിയ, അതായത് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാലമല്ല ഈ നക്ഷത്രക്കാർക്ക് 2024 എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സ്ഥാനഭ്രംശം, അതുപോലെ സ്ഥലം മാറ്റം ഇതൊക്കെ സംഭവിക്കാം. ഉന്നതരായ വ്യക്തികളുമായിട്ട് ചേർന്ന് പല വിധത്തിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിൽ വരുത്താനായിട്ട് കഴിയുന്നതാണ്. സർവീസിലുള്ളവർക്ക്, സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർക്ക് പൊതുവെ അനുകൂലമായ ഒരു കാലമാണ്. മേലധികാരികളൊക്കെ നിങ്ങളോട് അനുകൂലമായിട്ട് പെരുമാറി നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൊതുവിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഈ 2024 എന്ന് പറയുന്നത്. ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ പങ്കാളികൾക്കൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് കൂടുതൽ ബിസിനസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമയബന്ധിതമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സുഹൃത്ത് സഹായം തേടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. പങ്കാളിയുടെ കുടുംബവുമായിട്ട്, അതായത് ഭാര്യയുടെ കുടുംബവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് അത് പരിഹരിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നതുമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം ഉയർച്ചയിൽ എത്തപ്പെടുന്നതും അതുമൂലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങളും കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ് ഈ ഒരു വരുന്ന 2024 എന്ന് പറയുന്ന ഒരു വർഷം. സന്താനങ്ങളെക്കുറിച്ച് പ്രതീക്ഷയോടെ മാതാപിതാക്കൾ കാത്തിരിക്കുകയും അവർക്ക് തൊഴിൽ ലഭിക്കുന്നതുകൊണ്ട് മാതാപിതാക്കളുടെ മനസ്സ് സന്തോഷാധിക്യത്താൽ നിറയുന്നതാണ്. ഗുരുജന വിയോഗം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതും ആ ഗുരുജന വിയോഗം മൂലം നിങ്ങളുടെ മനസ്സ് ദുഃഖപൂർണമാകുന്നതുമാണ്. രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനമധ്യത്തിൽ അംഗീകാരം ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. പണം ധാരാളം വന്നു ചേരുമെങ്കിലും അത് ഏതോ പ്രകാരത്തിൽ നഷ്ടം വന്നു ഭവിക്കുമെന്നുള്ളതിനാൽ വർഷാവസാനത്തോടുകൂടി സാമ്പത്തിക ബാധ്യത വന്നു ചേരുന്നതാണ്. പുതിയ പങ്കാളികളുമായിട്ട് കൂടിച്ചേർന്നുള്ള ബിസിനസ്സിൽ നിന്ന് പിന്മാറുന്നത് വളരെ നന്നായിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്ത് പണം മുടക്കിയുള്ള ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നന്നായിരിക്കും. മാതാവിന് ദേഹാസ്വാസ്ഥ്യം വന്നതുമൂലം ആശുപത്രിവാസത്തിനും പണച്ചിലവിനുമൊക്കെ കാരണമാകുന്നുണ്ട്. ദോഷ പരിഹാരമായിട്ട് ദോഷങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് യഥാവിധി നിങ്ങൾ ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുകയും
തിങ്കളാഴ്ച മഹാദേവന് 108 കുടം ജലധാര വഴിപാട് സമർപ്പിക്കുന്നതും, ഒപ്പം തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം രാവിലെയും വൈകുന്നേരവും 1008 ഒരു വീതം ജപിക്കുന്നതും ഒക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ നടക്കുന്നതിനും ദോഷപരിഹാരമായിട്ട് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വ്രതം നോൽക്കുന്നതും ശനിയാഴ്ച ദിവസം വ്രതം നോൽക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ദോഷാധിക്യത്താൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് വ്രതം നോൽക്കലും ഉപവാസവും ശനിയാഴ്ച വ്രതമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് സാധിക്കുമാറാകട്ടെ എന്ന് 2024 നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.